نحمدك يا من وضحت لنا سبل الهداية وأوزعت عن بصائرنا أصوات الغوايا. نصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يعمل من الصالحات من ذكر أو أنثى فهو مؤمن. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. വിശാലമായ ഒരു ഖുർആൻ പഠന ക്ലാസ് കഴിഞ്ഞ് ഇരിക്കുന്നൊരു സമയം. ദീർഘമായൊരു സംസാരത്തിന് പ്രസക്തിയില്ല, എന്നാലും തന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് ധാരാളം കർമ്മരംഗങ്ങളിൽ സജീവമാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കയിൽ ഉള്ള ആളുകളെന്ന നിലക്ക് കൂടുതൽ ചാൻസുകളുള്ള ഒരു പ്രദേശമാണ്. നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്നൊരു പ്രദേശം. ഖിദ്മത്ത് കൊണ്ടും അമലുകളുടെ വിഷയത്തിൽ മറ്റു നിസ്കാരത്തിൻ്റെ പ്രതിഫലം കൂടുതൽ കിട്ടുന്നതിലൊക്കെ മക്കക്കാർക്ക് ഒരുപാട് ചാൻസുകളുണ്ട്. എന്നിട്ടും നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അല്ലാഹു കൂടുതൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന വേദനകൾ എന്നുള്ളത് ദുനിയാവിൽ നഷ്ടത്തെക്കുറിച്ചോ ദുനിയാവിലെ ലാഭത്തെക്കുറിച്ചോ അവർ കൂടുതൽ ആലോചിച്ചിട്ടില്ല എന്നത് സത്യമാണ്. സ്വഹാബത്തൊക്കെ അധികവും ചിന്തിച്ചതും ആലോചിച്ചതും നാളെ ആഖിറത്തിൽ എൻ്റെ ഗതി എന്താകും. എൻ്റെ ഒരു ഉദാഹരണം നമ്മളൊക്കെ കേട്ട് ശീലിച്ചൊരു ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. പുതപ്പ് നെയ്തുണ്ടാക്കി കച്ചവടം ചെയ്യുന്ന അത്താഉ സലമയുടെ ചരിത്രം കാലങ്ങളായി ചരിത്രത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അതിങ്ങനെ പുതപ്പിൻ്റെ തൻ്റെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ പുതപ്പ് വിറ്റിട്ടാണ് അത്താഉ സലമ റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അതിങ്ങനെ വിരിച്ചിട്ടിട്ട് സ്വഹാബത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അങ്ങാടിയിൽ കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന സമയത്ത് അത്താഉ സലമ റളിയല്ലാഹു അൻഹുവിനോട് ആ പുതപ്പിൻ്റെ ന്യൂനതകൾ ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഈ പുതപ്പിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അത്താഉ സലമ റളിയല്ലാഹു അൻഹു ന്യൂനത കേട്ട ഉടനെ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളിലൂടെയും കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ അത്താഉ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, അത്താഉ സലമയോട് വാങ്ങാൻ ഉദ്ദേശിച്ച വ്യക്തി പറഞ്ഞൊരു വാക്കുണ്ട്. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, നീ ചോദിച്ച വില ഞാൻ തരാം. കരയല്ല, കൊച്ചു കുട്ടികളെപ്പോലെ നിന്ന് കരയുന്ന അത്താഉ സലമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കിത്. അപ്പോൾ അത്താഉ സലമ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കെന്താ, ഞാൻ കരയാനുള്ള കാരണം നിങ്ങളെൻ്റെ പുതപ്പിൻ്റെ ന്യൂനത പറഞ്ഞത് കൊണ്ടല്ല, ഇതിനേക്കാൾ മെച്ചമുള്ള നൂറുകണക്കിന് പുതപ്പുകൾ നെയ്തു കൊണ്ടുവരാനുള്ള കഴിവ് ഇന്ന് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതിനൊരു പ്രയാസമുള്ള കാര്യമല്ല, മറിച്ച് നിങ്ങളെൻ്റെ പുതപ്പിൻ്റെ ന്യൂനത പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ എൻ്റെ അമലുകൾ വിരിച്ചിടുന്നൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചതാണ്. ഇബാദത്തുകൾ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് അതിന് കണക്ക് പറയുന്ന, അതിന് വിധി പറയുന്ന ദിവസം, ആ യൗമുൽ ഹിസാബിൻ്റെ ദിവസം എൻ്റെ ഇബാദത്തിലേക്കെങ്ങാനും അള്ളാഹു നോക്കിയിട്ട് നിൻ്റെ നിസ്കാരത്തിൽ ഇഖ്ലാസിൻ്റെ കുറവുണ്ടല്ലോ, നിൻ്റെ സ്വതക്കയിൽ റിയാ കലർന്നിട്ടുണ്ടല്ലോ, നിൻ്റെ ഇബാദത്തുകളിൽ ഇഹ്സാനിൻ്റെ കുറവുണ്ടല്ലോ
ഈമാനിൻ്റെ കുറവുണ്ടല്ലോ എന്നിങ്ങനെ വല്ല ന്യൂനതകളും എൻ്റെ റബ്ബ് പറഞ്ഞാൽ രണ്ടാമത് ഭൂമിയിൽ വന്ന് ഇബാദത്ത് ചെയ്ത് പോകാനുള്ള ഒരു അവസരം എനിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. ഈ വികാരമാണ് സ്വഹാബത്തിൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത്. സ്വർഗം മുന്നിൽ കണ്ട് പണിയെടുത്തും സ്വർഗം മുന്നിൽ കണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു ജനത. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവർക്ക് നൽകിയ പ്രചോദനം ചെറുതല്ല. അല്ലാഹ് പറഞ്ഞല്ലോ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. ധാരാളമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വന്നോളിന. അല്ലാഹ് ധൃതിപ്പെടാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ അത് അമലിൻ്റെ വിഷയത്തിലാണ്, അത് സ്വർഗത്തിൻ്റെ കാര്യത്തിലാണ്. ആ സ്വർഗത്തെക്കുറിച്ച് അള്ളങ്ങനെ പരിചയപ്പെടുത്തിയത് അർളുഹ സമാവാത്തു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള ആ മഹനീയമായ സ്വർഗത്തെ പടച്ചോനെങ്ങനെ വർണ്ണിച്ചിട്ട് അവിടെ രക്ഷ ലഭിക്കുന്നത് ആർക്കാണ് ആ സ്വർഗം? മുഅദ്ദത്തിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹ് ഒരുക്കി വെച്ചതാണ്. സ്വർഗത്തിലേക്ക് വേഗത്തിൽ കടന്നു പോകാൻ ഒന്ന് ഈമാൻ ശരിപ്പെടണം, അതേപോലെ തന്നെ അമലുകൾ നമ്മുടെ കരങ്ങളിൽ ഉണ്ടാവണം. അല്ലാഹ് സ്വീകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ അമലുകളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്നിങ്ങനെ ക്രമീകരിച്ചു പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ വിജയം വേറൊന്നുമില്ല. സച്ചരിതരായ സ്വഹാബത്ത് ജീവിച്ച് കാണിച്ചു തന്നൊരു ശൈലിയുണ്ട് അമലുകളുടെ വിഷയത്തിലൊക്കെ. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഇവിടെ ഖുശൂഖിനെ സംബന്ധിച്ചും അതേപോലെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നമുക്ക് എത്ര ജമാഅത്തുകൾ നമുക്ക് ലഭിക്കുന്നു കൃത്യമായി, എത്ര സുബഹി ജമാഅത്തുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തുസ്തർ എന്ന പേരിലൊരു യുദ്ധം അറിയപ്പെട്ടിട്ടുണ്ട്. തുസ്തർ എന്ന പേരിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഒരു പേർഷ്യയിലെ കോട്ടയുമായി ബന്ധപ്പെട്ട് നടന്ന യുദ്ധം 1.5 കൊല്ലക്കാലം നീണ്ടുനിന്ന യുദ്ധമാണ് തുസ്തർ യുദ്ധം. തുസ്തർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനോട് തുസ്തറിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അദ്ദേഹം ചെയ്യും, കരയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തുസ്തറിനെ കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം കരയും. സഹാബത്ത് പൂർണ്ണമായും മുസ്ലിം സമൂഹത്തിന് വിജയം കിട്ടിയൊരു യുദ്ധം. ആ യുദ്ധ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അനസേ താങ്കളിങ്ങനെ തുസ്തർ എന്ന് കേൾക്കുമ്പോൾ കരയാനുള്ള കാരണം? അദ്ദേഹം വിശദീകരിച്ചത് എന്താ അറിയും? 1.5 കൊല്ലക്കാലം നീണ്ടുനിന്ന തുസ്തർ യുദ്ധത്തിൻ്റെ ഇടയിലെ ഒരു ദിവസത്തിലാണ് ഒറ്റത്തവണ എൻ്റെ സുബഹിൻ്റെ ജമാഅത്ത് ആദ്യവും അവസാനവുമായി ജമാഅത്ത് നഷ്ടപ്പെട്ടത് അന്നാണ്. ആ യുദ്ധത്തെക്കുറിച്ച് പരാമർശം കേൾക്കുമ്പോഴേക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ മനസ്സിനെ വേട്ടയാടിയത് ആ ഒരൊറ്റ നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരത്തിൽ എൻ്റെ നിസ്കാരം, ആ ഒരു നമസ്കാരം എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ എന്നപ്പോൾ ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ പോലും അത്ര ശ്രദ്ധ കാണിച്ച് ജീവിച്ചൊരു ജനതയെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാമെങ്കിൽ അത് സ്വഹാബത്തിൻ്റെ ജീവിതമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ നമ്മുടെ തൊട്ട് മുന്നിൽ പള്ളിയുണ്ട്, വീടിനെ ചാരി പള്ളിയുണ്ട്, എന്നിട്ട് എത്ര ജമാഅത്ത് പോകണം? മനഃപൂർവ്വം എത്ര നമ്മൾ കളഞ്ഞു? എത്ര ഇബാദത്തുകളോട് നമ്മൾ ഇന്നും ഗഫലത്തിലായി ജീവിക്കുന്നു? എന്നാലോചിച്ച് നോക്കി. റഹ്മാനായ റബ്ബ് പലപ്പോഴും നമ്മളോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് പല വിഷയങ്ങളിലും വിദൂരത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുക്കാൻ നമുക്ക് കഴിയാത്ത പല മേഖലകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ദുനിയാവിലും പരലോകത്തും ഒരാൾക്ക് അല്ലാഹു അവർക്ക് ഒരു നല്ല ജീവിതം അല്ലാഹ് സമ്മാനിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അമലുകളിൽ അവർ മുന്നേറുന്നവരാകണം. ഖുർആൻ പറഞ്ഞല്ലോ, ഈമാനോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രത്യേകത എന്താ? വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ സക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഈമാനോടുകൂടി ആരാണോ, ആണാവട്ടെ പെണ്ണാവട്ടെ, അമലുസ്വാലിഹാത്ത് വർദ്ധിപ്പിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. അള്ളാഹു ഒരു ത്വയ്യിബായ ഒരു നല്ല ജീവിതം അള്ളാഹുവിൽക്ക് സമ്മാനിക്കുന്ന ദുനിയാവിലെ കെട്ടിക്കുടുക്കുകൾ അള്ളാഹു അയച്ചു കൊടുക്കാൻ അത് കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകളിൽ മുന്നേറുന്ന ആളുകൾക്ക് അള്ളാഹു നന്മയുടെ കവാടങ്ങൾ അള്ളാഹു ഇങ്ങനെ തുറന്നു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നമുക്ക് കാണാം, ആരുടെയെങ്കിലും വിഷയത്തിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരാളിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലഹു, അവൻ്റെ ഇബാദത്തിൻ്റെ ഒരു കവാടം അള്ളാഹുവിന് തുറന്നു കൊടുക്കുന്ന, അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചൊരു വ്യക്തിക്ക് ഇബാദത്തിൻ്റെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്,
അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്തഅമിലുഹു അല്ലെങ്കിൽ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, ഈ അമലിൻ്റെ വഴി തുറന്നു കൊടുക്കും, കവാടം തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, മരിക്കുന്നതിന് മുമ്പ് ഇബാദത്തുകൾ ധാരാളം വാരിക്കൂട്ടാനുള്ളൊരു വഴി പടച്ചോൻ എന്ത് ചെയ്യുക, അയാളുടെ മുന്നിൽ തുറന്നു കൊടുക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒഴിവ് സമയങ്ങളും നമുക്ക് റബ്ബ് തന്ന നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ആരോഗ്യവും സമ്പത്തുമൊക്കെ ഈ സ്വർഗത്തിന് വേണ്ടി ഇബാദത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോയെന്ന് നമ്മൾ മനസ്സ് തട്ടി ആലോചിക്കണം. സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലെത്തി അവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഇൽമോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അവിടെ ഇരുന്നൊരു ഒരു പേജ് ഖുർആൻ ഓതി ആ ഒരു നിസ്കാരത്തിന് സൂര്യോദയം വരെ ഇരുന്ന് ഇബാദത്ത് ചെയ്ത് അതും കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് തൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് അല്ലെങ്കിൽ തൻ്റെ റൂമിലേക്ക് കയറി ചെന്ന് അവിടെ ഇരുന്നെങ്കിലും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഖുർആനുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നവരാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. പലപ്പോഴും അവിടെ നിന്നൊക്കെ നമ്മളെ പിറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ന് മൊബൈൽ അതിലൊരു വില്ലനാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്മളെ ഇബാദത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ ഏറ്റവും വലിയ വില്ലനായി മാറുന്നത് പലപ്പോഴും എന്താണ്, നമ്മളെ മൊബൈലാണ്. റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും പിന്നാലെ അങ്ങനെ കെട്ടിട്ടിക്കുക നമ്മളെ. ശരിക്ക് വിഡ്ഢികളുടെ ഒരു ലോകം. നമ്മളൊക്കെ ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനൊക്കെ കുറേ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മട്ടിലാണ് നമ്മളെ ജീവിതം. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ, യൂട്യൂബിൻ്റെ ഹിസ്റ്ററി, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ കണ്ടു തീർക്കുന്ന റീൽസുകളുടെ സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ അതുണ്ട് എന്നുള്ളത് സത്യമാണ്. തുറന്നു നോക്കിയാൽ നമ്മളൊന്ന് വിശാലമായി നമ്മളെ ഫോണൊന്ന് പരിശോധിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇവിടെ എന്തായാലും ശരിക്കൊരു കുറേ വിഡ്ഢികളും കുറേ ബിരുദന്മാരുള്ളൊരു നാട്. അതാണ് ഇപ്പോൾ ശരിക്കും നടക്കുന്നത്. മൊബൈലിൻ്റെ ഒരു വിഷയം പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു ഫോൺ കൊണ്ടുവച്ച് അതിൻ്റെ മുന്നിൽ തനിക്ക് വൈബ് കിട്ടുന്ന സ്ഥലം എന്താ പറയുക, വൈബുള്ളൊരു സ്ഥലത്തുണ്ടോ ഈ ഫോണും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രായം കാണിച്ചൊരു മിനിറ്റ്, ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഓൽക്ക് അതിന് എന്തുണ്ട്, പൈസ ഇട്ടുണ്ട്. പക്ഷെ പൊട്ടന്മാരായും പൊട്ടത്തിയാളായും നമ്മളെന്താ ചെയ്യണ്, ഇതിങ്ങനെ കണ്ടുത്തർക്കുക അല്ലേ. ലോകത്തൊരുപാട് വ്യഭിചാരികൾക്കും വ്യഭിചാരിണികൾക്കും വിവേഴ്സുകളായി നമ്മൾ മാറി എന്നുള്ളതാണ് സത്യം. ഓൽക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണ പണിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതമായി മാറുന്നത്. അതിലെന്ത് വൃത്തികേട് വന്നാലും നമ്മുടെ കണ്ണ് മാറിപ്പോണില്ല. നമ്മൾ അതിലിങ്ങോട്ട് മുഴുകിപ്പോകുന്ന പല സന്ദർഭങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. പച്ചയായ വൃത്തികേടിൻ്റെ ലോകത്ത് വരെ നമ്മുടെ കണ്ണുകൾ മാറിപ്പോകുന്നില്ല എങ്കിൽ നമ്മളൊരുപാട് മാറി ചിന്തിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. എല്ലാ അവയവങ്ങൾ കൊണ്ടും നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വർഗം നേടാൻ കഴിയും. കണ്ണിനെ അള്ളാഹിനെ ഭയന്നുകൊണ്ട് ഒരു ഹറാമിൽ നിന്ന് കണ്ണിനെ തിരിച്ചാൽ അതിനെന്തുണ്ട്, പ്രതിഫലമുണ്ട്, അതിന് കൂലിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു ഹറാമിനെ ഞാൻ കാണാതിരുന്നാൽ എൻ്റെ ഹസനാത്തിൽ, എൻ്റെ കിതാബിൽ ഒരു നന്മ രേഖപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മകളൊക്കെ നേടുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കാം. അങ്ങനെ എല്ലാ രംഗങ്ങളും ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കൂടുതൽ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ബോധ്യപ്പെടും അല്ലേ. ഒഴിവ് കിട്ടുന്ന സമയം ഹറമിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട്. ഞാൻ മക്കയിലിങ്ങനെ പലപ്പോഴും വരുന്ന ഒരു സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കുന്ന കുറേ ഇവിടെ ചാൻസ് കിട്ടിയിട്ട് ജമാഅത്തിന് പോകാത്ത കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഹറമിൻ്റെ ആ ഉള്ളിൽ നിന്നിട്ട് ജമാഅത്തിന് പോകാത്ത കുറേ ആൾക്കാർ ഓല് ദുനിയാവിൻ്റെ പിന്നാലെയാണ്. ഓടി തളർന്നിട്ടുണ്ട്. ഓടി തളർന്നിട്ടുണ്ട്. ആളുകൾക്ക് സേവനം ചെയ്യാനല്ല, ഓല് അധ്വാനിക്കാണ്. ആഖിറത്തിലേക്ക് വേണ്ടിയല്ല, ദുനിയാവിലേക്ക് വേണ്ടി അധ്വാനിക്കാം, മണിമാളികകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിങ്ങളുടെ യാത്രയായി പോകുമ്പോൾ എന്തുണ്ട് നമ്മുടെ കൈകളിൽ, എന്തുണ്ട് നമ്മുടെ കരങ്ങളിൽ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരു ഭാഗം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഒരു അറാബിയായ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുന്നത്, പദവികളിൽപ്പെട്ട ഒരാൾ
ബദുക്കളിൽപ്പെട്ട ഒരാൾ ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് കയറി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് പോകുന്ന സമയം സ്വഹാബത്ത് വളരെ സന്തോഷിച്ചൊരു ദിവസം. ആ സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പോയ മനുഷ്യൻ പിന്നീടൊരു യുദ്ധത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാം, യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന സമയമാണ്. ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അറാബിയായ മനുഷ്യൻ ആ കൂട്ടത്തിൽ കാണാനില്ല. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒട്ടകങ്ങളെ അല്ലെങ്കിൽ യുദ്ധത്തിന് കൊണ്ടുപോയ മൃഗങ്ങളെ മേയ്ക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഹിതമാണ് മാറ്റി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഓരി വെച്ച് കൊടുത്ത് ആ ഗനീമത്തിൻ്റെ മുതൽ കൊടുത്തതിന് ശേഷം സ്വഹാബത്തിൻ്റെ കയ്യിൽ ഈ ഗനീമത്തിൻ്റെ മുതൽ കൊടുത്തിട്ട് പറഞ്ഞു, അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കണം. ഏൽപ്പിക്കാൻ വേണ്ടി സ്വഹാബത്തിനെ ഏൽപ്പിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഈ അറാബിയായ മനുഷ്യൻ വരുന്നുണ്ട്. പിന്നീട് ഈ ഗനീമത്തിൻ്റെ മുതൽ സ്വഹാബത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താ? അപ്പം വിവരം പറഞ്ഞത് ഗനീമത്തിൻ്റെ മുതലാണിത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധാർജിത മുതലായി നമുക്ക് ഓഹരി വെച്ച സാധനമാണ്, ഹലാലാണ്, നമുക്ക് ഉപയോഗിക്കാം. ഈ ഗനീമത്തിൻ്റെ മുതൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് അറാബിയ മനുഷ്യൻ വരുന്ന രംഗം. റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഇതിനു വേണ്ടിയല്ല, ഇങ്ങനെ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയല്ല നബിയെ. ഈ ഗനീമത്തിൻ്റെ മുതൽ കൈ പിടിച്ചിട്ട് ഈ അറാബിയ മനുഷ്യൻ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് അനുവദിച്ചതാണ്, അള്ളാഹ് അനുവദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതല്ല ആഗ്രഹിക്കണത്, എനിക്ക് റസൂലെ ശുഹദാക്കളുടെ ദർജയിലേക്ക് എനിക്ക് ഉയരണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താ അറിയോ? ചങ്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കഴുത്തിൽ ഈ ചങ്കിൻ്റെ നേരെ ഒരു അമ്പ് വന്ന് ഇങ്ങോട്ട് തറക്കണം. യുദ്ധഭൂമിയിൽ നിന്ന് എൻ്റെ കഴുത്തിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ചിട്ട് അവിടെ പെടഞ്ഞു വീണിട്ട് എനിക്ക് ഷഹീദാവണം, സ്വർഗത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുതൽ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക് ഹദീസ് ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഇത്തരം ആഗ്രഹങ്ങൾ നിൻ്റെ കൽബിലുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തിയാൽ അള്ളാഹു നിൻ്റെ കാര്യത്തിൽ സത്യസന്ധത കാണിക്കും. അള്ളാഹിൻ്റെ കാര്യത്തിൽ നീ സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു നിന്റെ കാര്യത്തിൽ സത്യസന്ധത കാണിക്കുന്ന. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയം എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നിടത്ത് എൻ്റെ റബ്ബ് പഠിപ്പിച്ച പോലെ, എൻ്റെ റബ്ബ് എന്നെ ഉപദേശിച്ച പോലെ, എൻ്റെ റബ്ബ് എനിക്ക് വരച്ച് കാണിച്ചു തന്നതുപോലെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കണമെന്ന് കൊതിച്ചുകൊണ്ട് പോകുന്നൊരു മനുഷ്യനായി മാറുന്നിടത്താണ് ഏറ്റവും പ്രധാനമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയത്. ഒരു അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ റബ്ബിന് വേണ്ടി, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്ത് അത് പൂർണ്ണമായും സത്യസന്ധമായ നിലക്ക് ഇബാദത്തുകളിലും നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലൊക്കെ അടിയുറച്ച് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഖൈറുണ്ട്. യുദ്ധം പിന്നീട് നടന്നൊരു യുദ്ധഭൂമിയെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൻ്റെ അവസാന ഭാഗം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നിടത്ത് കാണാം. പിന്നീട് നടന്നൊരു യുദ്ധഭൂമിയിൽ ഒരു 4 ആളുകൾ ഒരു മനുഷ്യനെ ചുമന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ ചുമന്ന് കൊണ്ടുവന്ന് കിടത്തേണ്ടത് ഈ അറാബിയ. കഴുത്തിലൊരു ദ്വാരം കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായി? കഴുത്തിലൊരു ദ്വാരം കണ്ടു. റസൂലുള്ള സ്വഹാബത്തിനെ ഇങ്ങനെ നോക്കിയപ്പോൾ സ്വഹാബത്ത് പറഞ്ഞത്രേ, അതേ നബിയെ, അതേ മനുഷ്യനാണ് നിങ്ങളോട് ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ച അതേ മനുഷ്യൻ. കഴുത്തിലേക്ക് അമ്പ് തറച്ചിട്ട് ഭൂമിയിൽ നിന്ന് യാത്രയായ മനുഷ്യനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചു, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവും സത്യസന്ധത കാണിച്ചു. ആലോചിച്ച് നോക്കി. ഇബാദത്തിൽ, വിശ്വാസത്തിൽ, സ്വഭാവങ്ങളിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ അദ്ദേഹം സത്യസന്ധത കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവും സത്യസന്ധത കാണിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിന്നീട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജനാസ നിസ്കാരത്തിന് കയറി നിൽക്കുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി മുന്നിലേക്ക് കയറി നിന്നപ്പോൾ ആ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ ആ മനുഷ്യന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ ഇന്നക അബ്ദി, ഇദ്ദേഹം നിന്റെ അടിമയാണ്, അബ്ദുക്ക് നിന്റെ അടിമയാണ് പടച്ചോനെ ഈ മനുഷ്യൻ. അതിന് അന ഷഹീദുൻ അലാ ദാലിക്, ഇദ്ദേഹം ഈ രക്തസാക്ഷിയായതിന് നിന്റെ അടിമയായ ഈ മനുഷ്യൻ, അദ്ദേഹം ഷഹീദാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദുൻ അലാ ദാലിക, അദ്ദേഹത്തിൻ്റെ
കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന ഈ മാതൃകകൾ അതിൻ്റെ അയലത്തെത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. ഈ സ്വഹാബത്ത് പോയ സ്വർഗം തന്നെയാണ് നമ്മൾ കൊതിക്കുന്ന സ്വർഗവും. ഈ സ്വഹാബത്ത് കാലുവെച്ച സ്വർഗം തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗം. നമ്മളെല്ലാവരും ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന സ്വർഗം. ആഗ്രഹം കൽബിലുണ്ടായ പോരാ, ഇബാദത്തിലേക്ക് എടുത്തിറങ്ങണം. അല്ലേ? സ്വഹാബത്ത് പോയ പോലെ വലിയൊരു യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങേണ്ട ഒരു പശ്ചാത്തലമൊന്നും അള്ളാഹ് തൗഫീഖ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. പക്ഷേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. ഒരുപാട് മേഖലകൾ. അതിലേറ്റവും പ്രധാനം സ്വന്തമായി അമലുകളുടെ വിഷയത്തിൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലുള്ള ദഅവത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ നമ്മൾ എത്ര കണ്ട് ഇടപെടുന്നു എന്ന് നമ്മുടെ മനസ്സിനോട് എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ചോദിക്കണം. നമുക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ പറ്റുമോ? അതിൽ ബാധ്യതയില്ല എന്ന് പറയാൻ പറ്റുമോ? ദഅവയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ, ഒരു ഇട്ടാവട്ടത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് 4 ക്ലാസ് സംഘടിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ദഅവത്തിൻ്റെ പ്രവർത്തനം അവിടെ എന്താവണില്ല? പൂർത്തിയാവണില്ല. അതിൻ്റെ ഒരു വിശാലമായ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ കുടുംബങ്ങൾക്ക് തൗഹീദ് കിട്ടണം, കുടുംബങ്ങൾക്ക് സ്വർഗം കിട്ടണം എന്ന് കൊതിക്കുന്നവരായി നമ്മൾ മാറണം. അവിടെയൊക്കെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു അവസ്ഥയിലേക്ക്, ദർജയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലേറ്റവും പ്രധാനമാണ് ഈ ഇബാദത്തുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ പറഞ്ഞിടത്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ് എല്ലാ കാര്യത്തിലും അഗാധമായ ഇൽമുണ്ടാവുക എന്നുള്ളതൊരു പ്രധാന വിഷയം. അറിവ് നേടിയെടുക്കുമ്പോഴാണ് ശരിക്കും എന്തുണ്ടാവുള്ളൂ? നമ്മൾ ചെയ്യുന്ന ഇബാദത്തിലേക്കൊക്കെ കൂടുതൽ ഒരു ഹുശൂവും ഒരു കൂടുതൽ ആത്മാർത്ഥതയുമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലേ? ഖുർആൻ പറഞ്ഞല്ലോ, ആലിമീങ്ങളായ പണ്ഡിതന്മാരായ ആളുകൾക്ക് അവർക്കാണ് കൂടുതൽ എന്തുണ്ടാവുക? അള്ളാഹുവിനെ ഭയക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഇൽമു വേണം. ഇൽമുണ്ടെങ്കിലേ എന്താവുള്ളൂ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ആത്മാർത്ഥത കൂടുതൽ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അർത്ഥം ഇൽമില്ലാത്തവരുടെ അമലുകളൊന്നും സ്വീകരിക്കൂല എന്നല്ല. ചെയ്യാനും കൂടുതൽ ആവേശത്തിൽ ഇറങ്ങാനൊക്കെ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെ വിഷയത്തിൽ, ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം ഇവിടെ നേരത്തെ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോടൊന്ന് മനസ്സ് തട്ടി ചിന്തിച്ചു നോക്കി. പണ്ട് മദ്രസയിൽ 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിൽ പഠിച്ച മസ്അലകളല്ലാതെ അതിനുശേഷം നമ്മൾ പഠിച്ച നിസ്കാരത്തിൻ്റെ ഷർത്തും നിസ്കാരത്തിൻ്റെ റുക്കുനുകളും നിസ്കാരത്തിൻ്റെ വാജിബുകളും നിസ്കാരത്തിൻ്റെ സുന്നത്തുകളും നമ്മൾ എത്ര കണ്ട് നമ്മളെ മനസ്സിലുണ്ട്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ എത്രയെന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൻ്റെ റുക്കിന് നഷ്ടപ്പെട്ടാൽ നിസ്കാരത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റുമോ? നമ്മുടെ മനസ്സ് തട്ടി നമ്മുടെ കൽബിനോട് നമ്മളൊന്ന് ചോദിക്കുക. റുക്കിന് നഷ്ടപ്പെട്ടാൽ നിസ്കാരം എന്താവും? നഷ്ടാവും. സംശയമില്ലല്ലോ. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏതാണ് റുക്കിന് എന്നറിയാതെ ഒരു വിഷയത്തിൽ നമുക്ക് നിസ്കാരത്തിൽ അബദ്ധം സംഭവിച്ചാൽ എന്തുണ്ടാവും? ഇൽമിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവിടെ ഇന്ന് ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തായാലും വിശാലമായി പഠിക്കാനുള്ളൊരു അവസരം നമ്മളെ മുന്നിലുണ്ട്. ഇവിടെ നമ്മളെ കുടുംബത്തെത്തണം, ഇവിടെ നമ്മുടെ മക്കളെത്തണം, ഇവിടെ നമ്മുടെ അയൽവാസികളെത്തണം, നമ്മുടെ പരിചയക്കാരെത്തണം. അവർക്കിത് കിട്ടണം. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഓരോന്ന് നുള്ളിപ്പെറുക്കി നമ്മുടെ കൽബിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്കെന്താ ഉള്ളൂ? ഇൽമിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇൽമ് നമ്മൾ നേടുന്നതിനനുസരിച്ച് നമ്മുടെ വിവരക്കേട് നമുക്ക് കൂടുതൽ എന്താവും? ബോധ്യവും. നമ്മൾ ദീന് കേൾക്കും തോറും വിവരക്കേട് കൽബിന് ബോധ്യമാകണതാണ് ശരിക്ക് ഇൽമ് നേടുക എന്നുള്ളതിൻ്റെ അതിന് കിട്ടുന്നൊരു നേട്ടതാണ്. ഒരു ക്ലാസ്സിന് വന്നിരുന്നാൽ, അല്ലെങ്കിൽ ഒരു ആലിമായ മനുഷ്യൻ്റെ മുന്നിൽ വന്ന് ക്ലാസ് കേൾക്കാൻ നമ്മൾ ഇരുന്നാൽ അയാളുടെ ക്ലാസ്സിന് പൂർത്തിയാകുമ്പോൾ നമുക്ക് തോന്നുന്നത്, നമ്മളെ മനസ്സിന് തോന്നും ഞാനൊന്നും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ രംഗങ്ങളിലും നമുക്ക് ഊർജം കിട്ടുന്ന ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പഠിപ്പിച്ച അറിവ് നേടുന്നവരായി മാറുക എന്നുള്ളത്. അറിവ് നേടുന്ന ആളുകളായി മാറുക. ഈ അറിവ് നേടിയാൽ മാത്രമാണ് നാളെ പരലോകത്ത്
പരലോകത്തേക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ ദുനിയാവിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അമലുകൾ ധാരാളം ചെയ്യുന്നവരായാൽ മാത്രം പോരാ, ചെയ്ത അമലുകളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ആളുകളായും മാറണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ഇപ്പോൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഇബാദത്തുകളൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അമലിങ്ങനെ ചോർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ചെയ്ത അമലുകളൊക്കെ വേറെ വൈക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, പരലോകത്ത് വരുന്ന ചില ആളുകളെ കുറിച്ച് ചില മുഖങ്ങൾ നാളെ പരലോകത്ത് വരും. എന്താ അവരുടെ പ്രത്യേകത? അവർ ധാരാളം അമലുകൾ ചെയ്തവരാണ്. അധ്വാനിച്ച് ക്ഷീണിച്ചവരായി, ദുനിയാവിൽ നിന്ന് അമലുകൾ ധാരാളം ചെയ്തവരായി റബ്ബിൻ്റെ കോടതിയിൽ വരുമ്പോൾ പേടിച്ചരണ്ട മുഖവുമായി റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നിസ്കാരമുണ്ട്, അവരുടെ കയ്യിൽ നോമ്പുണ്ട്, സ്വതക്കകളുണ്ട്, ധാരാളമായി അമലുകൾ ചെയ്ത് മുന്നേറുന്നവരാണ് അവരെങ്കിലും നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഈ അമലുകളൊക്കെ ചെയ്ത മനുഷ്യന്മാർ നിസ്കരിച്ചിട്ടും നരകം വാങ്ങുന്നവർ, സ്വതക്ക നൽകിയിട്ടും നരകം വാങ്ങുന്നവർ, ഹജ്ജ് ചെയ്തിട്ടും നരകം വാങ്ങുന്നവർ, എല്ലാ അമലുകൾ ചെയ്തിട്ടും അവർ നരകത്തിലേക്ക് എറിയപ്പെടുന്നു. ഇബാദത്തുകളെല്ലാം ചെയ്തു, എന്നിട്ടും അവരെന്ത് ചെയ്തു? നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെട്ടു. എന്തേ കാരണം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നില്ല. ഇബാദത്തൊക്കെ ചെയ്തു, നിസ്കരിച്ചു, പക്ഷെ നിസ്കാരം ബാത്തിലാകണ ഒരു കാര്യമുണ്ട്, അതിന് വിട്ടുന്നില്ല, അതവിടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അമലുകൾ നേടിയാൽ മാത്രം പോരാ, ചെയ്ത അമലുകൾ എന്ത് ചെയ്യണം? പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് മുന്നേറാനും നമുക്ക് സാധിക്കണം. അതിലൊന്ന് തൗഹീദാണ്. തൗഹീദ് ഇല്ലെങ്കിൽ നിസ്കാരമല്ല ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. ഷിർക്ക് എന്ന ദുൽമ് കലർന്നാൽ തീർന്നു സഹോദരങ്ങളെ, ഷിർക്ക് എന്ന ദുൽമ് കലർന്നാൽ തീർന്നു. പലപ്പോഴും തൗഹീദും ഷിർക്കും ഇന്നും വേർതിരിക്കാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാർ ഭൂമിയിലുണ്ട്. തൗഹീദും എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിങ്ങനെ ചൊല്ലുണ്ട് എന്നല്ലാതെ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഒരു ഇബാദത്തും റബ്ബല്ലാത്ത ഒരാൾക്കും വകവെച്ചുകൂടാ എന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക്, ഒരു പ്രയാസം കടന്നു വരുമ്പോഴേക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് ബരമേൽപ്പിക്കുകയും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷ അർപ്പിക്കുകയും അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുകയും അള്ളാഹു അല്ലാത്തതിന് ഇബാദത്തുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന എത്ര മനുഷ്യന്മാർ. അത് സംഭവിക്കുന്നതോടുകൂടി എന്തായി? ഇക്കണ്ട അമല് ചെയ്തതും വെള്ളത്തിലായി. ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? റസൂലുള്ളാഹിനോട് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, നബിയെ നിനക്ക് നാം വഹി നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, റസൂലേ താങ്കളിലാണ് ഷിർക്ക് സംഭവിക്കുന്നതെങ്കിൽ, റസൂലിലാണ് ഷിർക്ക് എന്ന ദുൽമ സംഭവിക്കുന്നതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഷിർക്ക് ചെയ്തതുകൊണ്ടല്ല പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലാണെങ്കിൽ ഈ ഷിർക്ക് എന്ന ദുൽമ സംഭവിക്കുന്നതെങ്കിൽ പോലും വിധി ഒന്നാണ്, ലയഹ്ബതന്ന അമലുക്, അമലുകൾ ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും നബിയേ. അല്ലേ? ജീവിതത്തിൽ ഷിർക്ക് തൗഹീദ് എന്താണെന്ന് പഠിക്കാതെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. ഓട്ടബക്കറ്റിൽ വെള്ളമൊഴിച്ച ഗതിയാവും. ഓട്ടബക്കറ്റിൽ വെള്ളമൊഴിച്ചാൽ അത് അടിയിൽ കൂടെ അങ്ങനെ ചോർന്നു പോകും. മേലെങ്ങനെ വെള്ളമൊഴിച്ചിട്ട് എന്താ കാര്യം? ഇബാദത്ത് കുറേ ചെയ്തു, പക്ഷേ അത് വേറൊരു വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു പ്രയാസമുണ്ടാകുമ്പോഴേക്ക്, ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്ക് ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും അള്ളാഹു അല്ലാത്തവരിലേക്ക് സത്യം ചെയ്തും മന്ത്രിച്ചൂതിയ നൂല് കെട്ടിയും വെള്ളത്തിലൂതി, അത് ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിക്കാത്ത പല രൂപത്തിലുള്ള മാർഗങ്ങളും സ്വീകരിച്ച് ഷിർക്കിൻ്റെ വഴി സ്വീകരിച്ചു പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഓൽക്കറിയില്ല ഇത് ഷിർക്കാണെന്ന്, അവർ പഠിച്ചിട്ടില്ല ഇത് ഷിർക്കാണെന്ന്. എന്നാൽ ഓല് നിസ്കരിക്കണില്ലേ? രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്,
രാത്രി ഇബാദത്തിൽ മുഴുകുന്ന ആളുകളാണ്, ധാരാളം ഖുർആൻ ഓതുന്ന ആളുകളാണ്, പലതവണ പരിശുദ്ധ ഖുർആനിനെ ഖത്തം തീർത്ത് പോകുന്ന ആളുകളാണ്. ഖത്തമ് പൂർത്തിയാക്കി ഖുർആനൊക്കെ അങ്ങനെ ഓതി അത്രയും ആത്മാർത്ഥതയിൽ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരിൽ ശിർക്ക് വരുന്നു എന്ന്. എന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ കഴിഞ്ഞ ബാച്ചിൽ അതിൻ്റെ മുമ്പ് 2-3 പ്രാവശ്യം മുമ്പത്തെ ഒരു ബാച്ചിൽ ഉംറയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് ഈ ബോഡി ചെക്കപ്പ് നടത്തുമല്ലോ, ശരീരത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാം അഴിച്ചു വെക്കണം, വാച്ചും പിന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അഴിച്ച് ആ പാത്രത്തിലിട്ട് അതവിടെ അതിനെ പോവുകയും ചെയ്യും. നമ്മൾ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് 2 താത്താരെ കാണുന്നില്ല. കുറേ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു, ഈ താത്താരെ കാണുന്നില്ല. അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരവിടെ ആ മറ്റേ സാധനം ഇങ്ങനെ കീക്കടിക്കുന്നുണ്ട്, പുറത്തേക്കിന് ചാടണില്ല. അപ്പം എന്താ സംഭവം എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവരുടെ അരയിൽ എന്തുണ്ടല്ലോ, ഏലസ് ഉണ്ട്. ഉംറക്ക് പോവാണ്. എത്ര ആത്മാർത്ഥതയിലാണോ ഈ ഇബാദത്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. 2 ആളടുത്ത് ഏലസ് ഉണ്ട്. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് 2 ആൾ, ഒന്നൊന്നുമല്ല. അപ്പോൾ ഇത് അഴിക്കാൻ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യണില്ല, അഴിക്കണില്ല. അതാണ് പ്രശ്നം. ഇതായിട്ട് സൗദിക്ക് വന്നുള്ള ഗതി എന്താ? അങ്ങനെ ഈ 2 ആളെയും വിളിച്ചിരുത്തി വിഷയം സംസാരിച്ച് സാധനം എന്തായി, അയപ്പിച്ചു. എല്ലാ രക്ഷയില്ലല്ലോ, നിങ്ങൾക്ക് ഉംറ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അയക്കണം എന്നുള്ള രൂപത്തിലേക്ക് സംസാരിച്ച് അയച്ചു. അൽഹംദുലില്ലാ ഇന്ന് തൗഹീദ് കിട്ടി. മനസ്സിലായോ? ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്ന മാർഗങ്ങൾ നോക്കി നിങ്ങൾ. അവരുടെ മനസ്സിൻ്റെ ആത്മാർത്ഥത എത്രയാണ്. അവരാ അരയിലേക്കൊരു ഐക്കല്ല് എടുത്ത് കെട്ടുന്ന സമയത്ത് ഇതിലൊരു ഭയങ്കര സംഭവം ഉണ്ടെന്ന് കരുതിയിട്ടാണ് ചെയ്യണത്. അതിലൊരു പുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് അത് ചെയ്യണത്. ആ ഇബാദത്ത് അത് ശിർക്കാണെന്ന വിവരമില്ലാതെ ചെയ്യുമ്പോൾ ഒന്നാലോചിച്ച് നോക്കി. നമ്മളെ കുടുംബത്തിൽ അങ്ങനത്തെ എത്ര ആളുകളുണ്ട്, നമ്മുടെ നാട്ടുകാരിൽ എത്ര ആളുകളുണ്ട്. ഇവർക്കിത് പറഞ്ഞു കൊടുക്കണ്ടേ, ഇവർക്കിത് എത്തിച്ചു കൊടുക്കണ്ടേ? ഈ ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ്റെ ഇബാദത്തുകളെല്ലാം വെള്ളത്തിലാകും, അത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു ബോധ്യം അവരിലേക്ക് കൈമാറി കൊടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക, അമലുകളെല്ലാം ബാത്തിലാകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. സമാനമാണ് സഹോദരങ്ങളെ റിയാ നമ്മുടെ ഇബാദത്തുകളിൽ കലരുക എന്നുള്ളത്. വലിയൊരു എന്താ പറയുക, അത്രയും ആത്മാർത്ഥതയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ പഠിപ്പിച്ച പോലെ അല്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഹദീസ് അങ്ങനെയാണല്ലോ. അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ കൽബിലേക്കാണ്. ഹൃദയത്തിൻ്റെ ലക്ഷ്യം എന്താണോ, ഹൃദയത്തിൻ്റെ ഉദ്ദേശം എന്താണോ, അതിനനുസരിച്ചാണ് പ്രതിഫലം. നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ ഒരു എല്ലാം ചെയ്യുന്നത് ഇതാ, ഞാനില്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ശരിയാവില്ല എന്ന് തോന്നിയാൽ കഴിഞ്ഞു. മനസ്സിലായോ? ഞാനില്ലെങ്കിൽ എന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ ചെയ്ത് കെട്ടിപ്പടുത്തുണ്ടാക്കിയതൊക്കെ എന്താവും, ബാത്തിലാവും. ആളുകൾ കാണട്ടെ എന്നുള്ളൊരു ചിന്ത നമ്മുടെ കൽബിലേക്ക് വന്നാൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കേൾക്കാത്ത ആരാളുള്ളത്? എല്ലാവർക്കും അറിയാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം രേഖപ്പെടുന്നത്. ആഖിറത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നനോട് ചോദിക്കുന്നു പറഞ്ഞല്ലോ, നിന്റെ സമ്പത്ത് നീ എന്തിനാ ചെലവഴിച്ചത്? അയാൾ പറയും, പടച്ചോനെ ഞാൻ വീടുണ്ടാക്കി കൊടുത്തു, പള്ളികൾ ഉണ്ടാക്കി കൊടുത്തു, മദ്രസകൾ ഉണ്ടാക്കി കൊടുത്തു, ദഅവത്തിന് ചെലവഴിച്ചു, പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ സമ്പത്ത് ചെലവഴിച്ചു. എല്ലാം പറയുമ്പോഴും കദബ്ത, നീ കളവാണ് പറയണേ. എന്തേ കാരണം? ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഓൻ ആഖിറത്തിലേക്ക് വേണ്ടിയല്ല ചെയ്തത്, നാട്ടുകാർ കാണട്ടെ, ആളുകൾ എന്നെ സംബന്ധിച്ച് പുകഴ്ത്തി പറയട്ടെ എന്ന നിയ്യത്തിലാണ് ചെയ്തതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്യതാണ്, ആളുകൾ കണ്ടു, ആളുകൾ പ്രശംസിച്ചു, ആളുകൾ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, അത് ദുനിയാവോടുകൂടി എന്ത് ചെയ്യും, തീർന്നുപോയി. ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഒന്നും ലഭിക്കാതെ പോകുമ്പോൾ സഹോദരങ്ങൾ എന്തിനാപ്പം ഈ എടങ്ങാറായി അധ്വാനിച്ച് നമ്മളിവിടെ ചെയ്തത്? എന്തിനാ നമ്മുടെ സമ്പത്ത് അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത്? എന്തിനാ സ്വതക്കകൾ വർദ്ധിപ്പിച്ചത്? എന്തിനാ? ഇതൊക്കെ ചെയ്തത് സ്വർഗം കിട്ടണമെന്ന ലക്ഷ്യം കൽബിലില്ലാതെയാണെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്യം മറന്നുകൊണ്ടാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ദുനിയാവിനെ പ്രതീക്ഷിച്ച് ചെയ്തവർക്ക് അള്ളാഹ് ദുനിയാവിൽ അത് കൊടുക്കും. എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അള്ളാഹു കൊടുക്കും, അല്ലേ? അതാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി വഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി
വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസീബുഹാ അവ ഇംറഅതി യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈ. എന്ത് ഉദ്ദേശത്തിലാണോ ഒരാൾ ഹിജ്റ ചെയ്യുന്നത് ആ ഉദ്ദേശമായിരിക്കും അയാൾക്ക് കിട്ടുക. അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ ഹിജ്റ ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരാൾ ഇറങ്ങിയാൽ അയാൾക്ക് എന്തുണ്ടാവും? അയാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ, ദുനിയാവിന് വേണ്ടിയാണ് ഒരാൾ ഹിജ്റ ചെയ്യുന്നതെങ്കിൽ അവ ഇംറഅതി യൻകിഹുഹാ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന ലക്ഷ്യത്തിലാണ് ഒരാൾ ഹിജ്റ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ഹിജ്റ ഇലാ മാ ഹാജറ ഇലൈ, അതതിനായി തീർന്നു. അയാൾക്ക് ദുനിയാവിൽ നല്ല കച്ചവടം ചെയ്തിട്ടുണ്ടാവും, ദുനിയാവിൽ ഹിജ്റ ചെയ്തിട്ട് പിന്നെ ആ നാട്ടിലെത്തിയിട്ട് അവിടെ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ് ലക്ഷ്യമെങ്കിൽ ബിസിനസ് കിട്ടിയിട്ടുണ്ടാവും. കല്യാണം കഴിക്കണം എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ കല്യാണം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആഖിറത്തിലെത്തുമ്പോൾ ഹിജ്റൻ്റെ കൂലി രേഖപ്പെടുത്തണില്ല. ഇങ്ങനെ തന്നെ എല്ലാ അമലുകളിലും, എല്ലാ ഇബാദത്തുകളും. അതുകൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി എന്ന നല്ലൊരു നിയ്യത്ത് നമുക്കുണ്ടാവണം. നല്ല നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി ആവണം എന്നൊരു നല്ല ചിന്ത നമ്മുടെ ഖൽബിൽ രൂപപ്പെടാൻ സാധിക്കണം. പലപ്പോഴും ഇപ്പോൾ സുന്നത്ത് നിസ്കാരം റസൂലുള്ളാഹി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, റവാത്തിബുകൾ നിങ്ങൾ വീടുകളിൽ വെച്ച് നിസ്കരിച്ചോളൂ. എന്തേ കാരണം? പണ്ഡിതന്മാരോട് വിശദീകരണം പറഞ്ഞിടത്ത് ഖുശൂഇനെ ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അണച്ചോക്കി അവിടെ പോലും സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം അങ്ങനെ ഒരു വിധി വെച്ചതെങ്കിൽ അല്ലേ. തക്ബീർ കെട്ടി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ഫർദ് നിസ്കാരത്തിൽ ജമാഅത്തായി നമ്മൾ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിനെന്താ തോന്നുക? പൂർണ്ണമായി എല്ലാവരും ജമാഅത്തിലാണ്, ആരും നമ്മളെ നോക്കാൻ, നമ്മൾ അള്ളാഹിൻ്റെ മുന്നിലാണ്, അവിടെ നിസ്കാരം കൃത്യം നടക്കുന്നുണ്ട്. നേരെ മറിച്ച് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെയല്ല, പല ആൾക്കാരും അവിടെ ഇരിക്കുന്നുണ്ടാവും. തക്ബീർ കെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും അയാൾ വെറുതെ നോക്കിയാലാ ഒന്ന് കാണട്ടെ എന്നുള്ളൊരു ചിന്ത നമ്മളെ കൽബിലേക്ക് വന്നാൽ കഴിഞ്ഞു. ശൈത്താൻ അവിടെ ശരിക്കിടപെടും. ഇബാദത്തുകളിൽ നമ്മൾ മുന്നേറുന്ന സമയത്ത്, സൽക്കർമ്മങ്ങളുമായി ചലിക്കുന്ന സമയത്ത് സൽക്കർമ്മങ്ങൾ ബാത്തിലാകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അതിനെ ശ്രദ്ധിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം എന്നർത്ഥം. സമാനമായി അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന പല മനുഷ്യന്മാരും നാവ് സൂക്ഷിക്കാറില്ല, നാവിനെ ശ്രദ്ധിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് നിങ്ങൾക്കറിയോ? സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ റസൂലേ, പാപ്പരായവർ. ദീനാറില്ല, ദിർഹമില്ല, അവരല്ലേ പാപ്പരായി കിടക്കുന്ന ആളുകളെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവരെക്കുറിച്ചല്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില ആളുകൾ പരലോകത്ത് വരും, അമലുകൾ ധാരാളം ചെയ്തു എന്ന പ്രതീക്ഷയിൽ, ഇബാദത്തുകളൊക്കെ അവരുടെ കൈകളിൽ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ അള്ളാഹിൻ്റെ അടുത്ത് വരും. അവർ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരലോകത്തേക്ക് അവർ വരുമ്പോൾ അവരുടെ മുന്നിൽ ഒരു സംഘം പരാതിക്കാർ വന്ന് നിൽക്കും. ഒരു സംഘം ആളുകൾ വന്നിട്ട് മുന്നിൽ നിൽക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയുന്നതാണ്, അല്ലാഹുവേ, അയാൾക്ക് നീ സ്വർഗം കൊടുക്കരുത്. എന്തേ കാരണം? അയാൾ എന്നെ അടിച്ചിട്ടുണ്ട്, അയാൾ എന്നെ ഈബത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ച് നാട്ടിൽ വേണ്ടാത്തതൊക്കെ പറഞ്ഞു നടന്ന മനുഷ്യനാണ്, എൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചവനാണ്. അതുകൊണ്ട് നാഥാ, അയാൾക്ക് നീ സ്വർഗം കൊടുക്കരുതെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? പരാതിക്കാർക്ക് ഇയാളുടെ അമലുകൾ അല്ലാഹു വീതിച്ചു കൊടുക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പരലോകത്തേക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ മുതല് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇബാദത്തിനെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുന്ന പരാതിക്കാർക്ക് വീതിച്ചു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരാതിക്കാർ തീർന്നു പോകും. ചില ആളുകൾക്ക് ഇബാദത്ത് തീർന്നുപോയി, പരാതിക്കാർ ബാക്കിയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകളെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് ചങ്ങലകളിൽ ബന്ധിച്ച് നരകത്തിലേക്ക് എറിയുന്നവരുടെ കൂട്ടത്തിൽ, ഇബാദത്തുകൾ ചെയ്തിട്ടും നരകം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. അതുകൊണ്ട് നാവിനെ നന്നായി സൂക്ഷിക്കണം, നാവിനെ നല്ലോണം ശ്രദ്ധിക്കണം. വട്ടത്തിലിരുന്നാൽ നമുക്കൊരാളെ പറ്റി പറയാണ്ട്, നമുക്കൊരാളെ സംബന്ധിച്ച് ഈബത്തും നമീമത്തും പറഞ്ഞ് ഇതിങ്ങോട്ട് അതിനൊരു ലഹരി കണ്ടെത്തുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അതിലൊരു ലഹരി എന്തുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഒരാളെക്കുറിച്ചൊരു മോശപ്പെട്ടൊരു കാര്യം നമ്മൾ കേട്ടാൽ ഇസ്ലാം എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല.
ഒരു വൃത്തികെട്ട വാക്ക് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചൊരു വേണ്ടാത്ത വാക്ക് കേട്ട് കഴിഞ്ഞാൽ അയാളോടത് ചോദിച്ച് ബോധ്യപ്പെടുത്തണം എന്നത് ഇസ്ലാം പഠിപ്പിച്ച വിധിയാണ്, നിയമമാണ്. നമ്മൾ എത്ര ആൾക്കാർ ചോദിക്കും? എന്നെപ്പറ്റി ഒരു വർത്തമാനം നാട്ടിൽ നിന്ന് കേട്ടാൽ നമ്മൾ ചെയ്യേണ്ട പണി അതാ. നിങ്ങളെ ചോദിക്കും, നിങ്ങൾ എന്നെപ്പറ്റി ഒരു വേണ്ടാത്തൊന്ന് കേട്ടു, എന്താ സംഭവിക്കേണ്ടത്? എന്നെ വിളിക്കണം, എന്നോട് ചോദിക്കണം, നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഒരു വാക്ക് കേട്ടാൽ എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ തെറ്റിദ്ധരിച്ചതാവാം, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞവർ തെറ്റിദ്ധരിച്ചതാവാം, അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരേണ്ട ബാധ്യത ആർക്കാ? അല്ലേ? ഇനി അത് ഞാൻ അറിഞ്ഞില്ല, നാട്ടുകാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, പക്ഷേ ഈ വിഷയം പറയുന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല, മറ്റൊരു എന്താ നടന്നിട്ടുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഒരു വിഷയത്തിൽ അബദ്ധം സംഭവിച്ചതാണ്, അതങ്ങനെ പറഞ്ഞങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ വിഷയം അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ അബദ്ധം എന്നും എൻ്റെ കയ്യിൽ നിലനിൽക്കും. അത് തിരുത്തി തരാത്തവരോ അള്ളാൻ്റെ അടുത്ത് കുറ്റക്കാരോ? വിഷയം മനസ്സിലാവുണ്ടോ? അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല, ഈ പറഞ്ഞു നടക്കുന്നവൻ്റെ അമലുകൾ ഇങ്ങനെ ചോർന്നു പോകും ചെയ്യും, ഇബാദത്തുകൾ എങ്ങനെ ചോർന്നു പോകുകയും ചെയ്യും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. പല കുടുംബങ്ങളിലും കുറച്ചേരം വട്ടത്തിലിരുന്നാൽ സ്വന്തം ചോരകളെക്കുറിച്ച് പോലും പറയണേ, വേണ്ടാത്ത വർത്താനം ഉമ്മാനെക്കുറിച്ച് പറയുന്നവർ, വാപ്പാനെക്കുറിച്ച് പറയുന്നവർ, അല്ലേ? മൗനം പാലിക്കുന്ന് പറയാൻ നമുക്ക് കഴിയാത്ത രൂപത്തിൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ശൈത്താൻ നമ്മളവിടെ ഇങ്ങനെ കൊണ്ടുപോയിടുക. അത് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന ആളുകൾ, കേട്ടിരിക്കുന്ന ആളുകൾ, അതൊക്കെ കുറ്റാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മളെ ഇബാദത്തുകളെ ബാധിക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടത്തിൽ എണ്ണിപ്പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്, ഞാനങ്ങനെ ചുരുക്കി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്ലാസിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു. അതേപോലെ ഇത്തിബാഅ് ഏറ്റവും പ്രധാനമാണ്. അമലുകൾ സ്വീകരിക്കപ്പെടാൻ ഇത്തിബാഅ് ഏറ്റവും പ്രധാനമാണ്. ബിദ്അത്തുകൾ കലരാതെ ഇബാദത്ത് ചെയ്യണം. നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ നിസ്കാരം കിതാബുകളിലുണ്ട്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, അതേപോലെ നിസ്കരിക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു ശൈലിയും ഒരു രൂപവുമൊക്കെ നമ്മുടെ ഇബാദത്തുകൾക്ക് സ്വീകരിച്ചാൽ അത് ബിദ്അത്തായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ വേണം നമസ്കരിക്കാൻ. നമസ്കാരം എന്ന് മാത്രമല്ല, എല്ലാ അമലുകളും, ഹജ്ജാവട്ടെ, ഉംറയാകട്ടെ, സകാത്ത് കൊടുക്കുന്നതാകട്ടെ, അവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ നിർവഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. കടബാധ്യതയുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞു. കടം ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കാരത്തിൽ നിന്ന് പോയൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് കടം ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇവിടെ എന്താരോ, ഇസ്ലാം അനുവദിച്ച ഒരു സംവിധാനത്തെ പലപ്പോഴും ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിനനുവദിച്ചു, പക്ഷെ കടം വാങ്ങുമ്പോൾ എഴുതി വെക്കുക എന്നുള്ളൊരു നിയമം, അതിന് സാക്ഷികൾ ഉണ്ടാവുക എന്നുള്ളൊരു നിയമം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടും അതിലൊന്നും ശ്രദ്ധയൊന്നുമില്ല. തരുമെന്നൊരു വിശ്വാസം, എൻ്റെ അടുത്ത സുഹൃത്താണെന്നുള്ളൊരു വിശ്വാസം, അല്ലേ? ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയോ? അയാൾക്കത് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ എന്നൊരു കുറ്റക്കാരൻ, ഇനി അത് നമുക്ക് പറയാൻ എന്തെങ്കിലും ഒരു സാക്ഷിയായിട്ട് വേണോ? അതും ഉണ്ടാവില്ല. എന്നിട്ട് ഇതിൻ്റെ പേരിൽ പിന്നെ ബന്ധങ്ങൾ വിച്ഛേദിക്കലും ബന്ധം മുറിയലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാൻ. അപ്പോൾ അവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്തരം കാര്യങ്ങളിൽ നമുക്ക് എന്ത് വേണം? നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അമലുകളുമായി ബന്ധപ്പെട്ട് നല്ല ആത്മാർത്ഥമായ ഒരു മുന്നേറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സച്ചരിതരായ സ്വഹാബത്ത് അവരുടെ ഇബാദത്തുകളുടെ വിഷയത്തിൽ ധാരാളം ശ്രദ്ധിച്ചവരാണ്, സൂക്ഷിച്ചവരാണ്. അവർ പോയ സ്വർഗം നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ ആ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. പലപ്പോഴും ഭൗതികത നമ്മൾ പിടിപെടുന്നു, നമ്മളതിൽ പിടിച്ചു കെട്ടുന്നു. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഉത്തമം. അതുകൊണ്ട് സ്വർഗം ഇങ്ങനെ മുന്നിൽ കണ്ടിട്ട് വർക്ക് ചെയ്യുക, സ്വർഗം മുന്നിൽ കണ്ടിട്ട് ഇബാദത്ത് ചെയ്യുക. നിസ്കരിക്കുന്ന സമയത്ത്, സുജൂദിലാണ് കിടക്കുന്ന സമയത്ത്, എൻ്റെ റബ്ബിനോട് അടുത്ത് നിൽക്കുന്ന സമയം, അല്ലേ? അള്ളാഹുമായി അടുത്തു നിൽക്കുന്നൊരു സമയം എന്നാണ് സുജൂദിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ ആ സുജൂദിലേക്ക് നമ്മൾ വീഴുന്ന സമയത്ത് നമ്മുടെ കൽബിൽ സ്വർഗത്തെക്കുറിച്ചൊരു വിചാരം കൽബിൽ വരലുണ്ടോ? പടച്ചോനെ, എൻ്റെ സ്വർഗം എനിക്ക് തരണം കേട്ടോ, എനിക്ക് സ്വർഗം വേണമെന്ന് അള്ളാഹിനോട് ആവശ്യപ്പെടാൻ അള്ളാഹുവിലേക്ക് അടുത്തു നിൽക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ടോ? അന്നോലെ ചോക്കി, സ്വർഗം മുന്നിൽ കണ്ടിട്ട് നിസ്കരിക്കുന്ന എത്ര നിസ്കാരങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്ന വാചകം കാണാം. 2 റക്അത്താണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിലും ആ 2 റക്അത്ത് നിങ്ങൾ കൽബ് പങ്കെടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം
ആ 2 റക്അത്ത് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നത് പോലെയാണെന്ന് ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവിടെ കൽബ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനകളുടെ അർത്ഥമറിയുക, നിസ്കാരത്തിൻ്റെ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം ഓർത്തുകൊണ്ട് നിസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൽബിൽ എന്തുണ്ടാവും? നിസ്കാരത്തിലൊരു ആത്മാർത്ഥത കിട്ടും, കൽബ് നിസ്കാരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഓരോ ഇബാദത്തുകളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥകളുണ്ടായാൽ അത് ആഖിറത്തിൽ നമുക്ക് മുതൽക്കൂട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ അവരെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അവിടെ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മരണത്തെ കൊതിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാം ഒരുങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലെത്താനുള്ളൊരു ആഗ്രഹം, അള്ളാഹിൻ്റെ മുന്നിലെത്തിയാൽ ഞാൻ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? എന്നാലോചിച്ച് നോക്കി. ആ രൂപത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോയാൽ അത് വലിയ ഖൈറാണ്. നന്മകൾ ധാരാളം ചെയ്ത് നന്മകൾ നഷ്ടപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് ചലിക്കുക. സ്വഹാബത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ചുരുക്കുകയാണ്. ഇവിടെയൊക്കെ എന്താ അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അവസരങ്ങൾ നമ്മുടെ മൈൻഡിൽ നമ്മളൊന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ദുനിയാവ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം മറ്റൊരു വഴിക്കൂടെ പോയി അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഈ നാട് അവസാനം ഇതും കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാം. ഈ നാട് നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. നല്ലതായിട്ട് ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഹറമിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. നമുക്ക് എത്തുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാലും ഒഴിവ് കിട്ടുമ്പോൾ നമ്മളവിടെ സമയം ചെലവിടാൻ അങ്ങോട്ട് എത്തണം. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു പ്രദേശത്ത് ഇതുപോലുള്ള ക്ലാസ്സുകൾ, നമ്മുടെ സെൻറ്ററുകൾ സജീവമാകുന്നിടത്ത് നമ്മുടെയൊക്കെ പങ്ക്, ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളുടെ ആണും പെണ്ണൊക്കെ ഇതിലൊരു പങ്ക് വഹിക്കുന്ന ആളുകളായി മാറാം. ഇത് സെൻറ്റർ, ഇത്തരമൊരു സെൻറ്ററും ഇവിടുത്തെ ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സുകളും ഇതിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുവരലൊക്കെ നമ്മളൊരു ബാധ്യതയാക്കി എടുത്തിട്ട് ആ പണി ഇങ്ങനെ വൃത്തിയിൽ ചെയ്തു പോയാൽ, ഒരാൾ ക്ലാസ്സിന് വന്നിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവ് മുഴുവനും കിട്ടണീന് തുല്യമാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പ്രതിഫലമൊക്കെ മുന്നിൽ കണ്ടിട്ട് വർക്ക് ചെയ്യുക, ആയത്തും ഹദീസും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നന്മകൾ ജീവിതത്തിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ധാരാളമായി ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും നാളെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.